8:17. റോമ 8:17. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പൊ അവകാശം പ്രാപിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്തിരിക്കണത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? അവൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ്. നമുക്കറിയാം, ഈ വാഗ്ദാന ഉടമ്പടി വരുമ്പോൾ എല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം അവകാശങ്ങളാണ്. ശരിക്കും എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നമുക്ക് അവകാശമല്ലെങ്കിൽ ദൈവം വാഗ്ദാനമാക്കത്തില്ലത്. ഈ അവകാശം നമ്മൾ പ്രാപിക്കണത് അവകാശത്തിൻ്റെ സമാന്തര വചനമോ അല്ല തത്സമ വചനമെന്ന് പറയണത് വാഗ്ദാനമാണ്. എബ്രഹാം പ്രാപിച്ചത് അവകാശമാണെങ്കിൽ അത് വാഗ്ദാനം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വാക്കിൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ അവകാശങ്ങളുണ്ട്. അവകാശങ്ങളെ പ്രാപിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? നമ്മൾ സമരമല്ല ചെയ്യണത്. അവകാശങ്ങൾ പ്രാപിക്കാൻ നമ്മൾ എന്നാ ചെയ്യണത്? നമ്മൾ അതിൽ വിശ്വസിക്കും. ഈ വിശ്വാസമാണ് പ്രോബ്ലം. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഇത് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. വിശ്വാസത്തിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം ഇതിൽ വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് വരും. വിശ്വാസം ഇങ്ങനെ എല്ലാവർക്കും ഒരേ വിശ്വാസമല്ല. ഇപ്പോൾ 60 കൊല്ലമായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് 6ാം ക്ലാസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ 6ാം ക്ലാസ്സുകാർക്ക് 60 വയസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകും. ഈ വിശ്വാസത്തിൻ്റെ അടുത്തുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പേഴ്സണലാണ് വിഷയം. മനസ്സിലായി? ആരാണ് ഏത് ഓരോ വ്യക്തിഗതമായിട്ട് വിശ്വാസം ഒരു ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കേസാണ്. അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണതായി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഗീതാകുമാരി എന്നും പറഞ്ഞ്, ഗീതാകുമാരി കൊല്ലത്തെ ചാവറയിലുള്ള ഗീതാകുമാരിയുടെ സാക്ഷ്യം നല്ലൊരു സാക്ഷ്യമാണ്. ഗീതാകുമാരിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗീതാകുമാരി ഒരു ഗതിയും പരഗതിയും ഇല്ലാഞ്ഞൊരു കാലത്താണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം UK പോകാൻ നോക്കി. UK കഴിഞ്ഞപ്പോൾ പിന്നീട് സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി ആ കാശ് കൊണ്ട് ഏജൻറ്റ് പോയി. UK പോകാനുള്ള കാശ് കൊടുത്തിട്ട് പിന്നെ അവിടെ ഒരു അറിവില്ലാതെയായി. അങ്ങനെ ഉണ്ടായിരുന്ന കാശെല്ലാം ഇങ്ങനെ മറ്റു കണ്ടവൻ്റെ കയ്യിൽ അന്യാധീനപ്പെട്ടു പോയി. അപ്പോൾ ഇതുപോലെ പോയി കുടുംബത്തിൽ കടമായി. ആ സമയത്താണ് ഇവളൊരു സാക്ഷ്യം കേൾക്കണത്. അപ്പം സാക്ഷ്യം കേൾക്കണ സമയമായപ്പോൾ തന്നെ ആൾ ഒരു ബിഗ് സീറോ ആയിപ്പോയി. ഗതിയില്ലാത്ത അവസ്ഥയായി. കാശെല്ലാം പോയി. ലോണെടുത്തും കടം മേടിച്ചുമൊക്കെ ചെയ്തിരിക്കണ കാരണം ഇവർക്ക് വരുമാനമില്ല. ഭർത്താവിൻ്റെ ജോലി പോയി, ഭാര്യയുടെ ജോലി പോയി, കുടുംബം കടത്തിലായി. അപ്പം അങ്ങനെ വന്നപ്പോൾ സാക്ഷ്യം കേട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഉടമ്പടി എടുത്താൽ മാതാവ് ഏത് കണ്ടീഷനിലും അവരെ സഹായിക്കുമെന്ന് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ, ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണതാണ്. 10 പേര് കൃപാസനം പത്രം വായിച്ചാൽ അതിൽ 6 പേർക്കും അത് മനസ്സിലാകും. മാതാവിൻ്റെ അടുത്ത് വന്നാൽ കുടുംബം രക്ഷപ്പെടും. കാര്യം എന്താണ്? ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം യൂട്യൂബിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അതെല്ലാം നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം വിശ്വാസമാണ്. അപ്പോൾ ഈ വിഷയം നമുക്കും ഉണ്ടല്ലോ, അത് കാരണം നമ്മളെയും ദൈവം സഹായിക്കും. അതിനെന്ത് ചെയ്യണമെന്ന് തിരക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവലിലാണ് പ്രശ്നം വന്നത്. എന്താ ഇത്? ഉടമ്പടി നമ്മൾ പ്രാവർത്തികമാക്കത്തില്ലേ?
അത് ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും. ഓരോരുത്തരുടെയും വിശ്വാസം പോലെ ഇരിക്കും. ഇപ്പം ഗീതാകുമാരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിഷേക വിശ്വാസവും നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് അടിക്കത്തില്ല, സംശയം തോന്നത്തില്ല. എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ചെറിയ വിശ്വാസം വലിയ വിശ്വാസങ്ങളുണ്ട്. അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു റിലവുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ട് തോന്നത്തില്ല. ഇപ്പം ചില ആൾക്കാരോട് പറയത്തില്ലേ, നീ വിഷമിക്കണ്ടടി, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ എനിക്ക് അയ്യോ ഞാൻ ചിലപ്പോൾ തോന്നിയതായിരിക്കുമോ, അങ്ങനെ വരുമോ, വന്നില്ല പിന്നെ അവളുടെ വിശ്വാസം പോകത്തില്ലേ, അങ്ങനെ എനിക്ക് ഡൗട്ട് അടിക്കത്തില്ല. അത് ചില ആ ഒരു ഡേഞ്ചർ സോണുണ്ട് ഇത് രൂപപ്പെട്ട് വരണ അവിടെ. അത് ആ കാലത്തിലൂടെ ഒരുവിധമൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എപ്പോഴും അനോയിൻറ്റഡ് ഫെയ്ത്ത് ആകാൻ നോക്കണം. അനോയിൻറ്റഡ് ഫെയ്ത്തിൻ്റെ ഫുൾ എമൗണ്ട് മുടക്കുന്നത് ദൈവമാണ് ശരിക്കും. അങ്ങനൊരു വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ തോന്നിയ മാസം ഇപ്പം നിങ്ങൾക്ക് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗീതാകുമാരിയോട് പറയും, ഇടി എല്ലാ ദിവസവും അവൾ വരും ഇവിടെ, എല്ലാ ആഴ്ചയിലും വരും ഇവിടെ. നമ്മൾ കണ്ടിട്ടില്ല. ഞാനിവരെ കാണുന്നത് കൽക്കട്ടയെ വെച്ചാണ് കാണുന്നത്. കൽക്കട്ടയെ വെച്ച് കാണാൻ കാര്യം ഇവള് ഭർത്താവും കൂടി കൽക്കട്ടയിലുണ്ട്. എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനടപ്പം കൽക്കട്ടയിലുണ്ട് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം ആദ്യവാരം. അപ്പോൾ അവൾക്ക് ഭയങ്കര രണ്ടുപേര് US വിസയുടെ ബയോമെട്രിക്സിന് വന്നിരിക്കുകയാണ് അവിടെ കൽക്കട്ടയിൽ. എങ്ങനെ പോന്നിരിക്കണമെന്ന് അറിയാമോ ഈ കക്ഷികൾ? പോന്നിരിക്കണ വീട് വിറ്റൊരാളിന്. കാര്യം UK പോകാൻ വേണ്ടി കാശ് കൊടുത്താൽ കിട്ടിയിട്ടില്ല. പിന്നെ സൗത്ത് കൊറിയയിൽ പോകാൻ വേണ്ടി കാശ് കൊടുത്താൽ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ട് വീട് വിറ്റതിനേക്കാൾ കൂടുതലായി കടം. അപ്പോൾ ഒന്നും കിട്ടാനില്ല. അപ്പോൾ കൊടുത്തിട്ട് അവർ സാധനങ്ങൾ മേടിക്കാതെ സാധനങ്ങൾ മാറ്റാതെ അവർ ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ ഇറങ്ങി എവിടെ പോയിരിക്കുകയാണ്? കൽക്കട്ടയിൽ ബയോമെട്രിക്സിന് പോയിരിക്കുക. US ഇൻ്റർവ്യൂവിൻ്റെ ബയോമെട്രിക്സിന്. അത് കിട്ടുമോ ഇല്ല എന്നൊക്കെ ഒരു പിടിയില്ല. കാര്യം ഈ UK ഇൻ്റർവ്യൂ ഒക്കെ നടന്നതാണ്, പക്ഷെ കിട്ടിയില്ല. അപ്പം അങ്ങനെ പല ആൾക്കാർ ഇവരെ കളിയാക്കാൻ തുടങ്ങി. ഈ ഇല്ലാത്ത കാശ് കടം മേടിച്ചൊക്കെയാണ് ഇവിടെ എല്ലാ ആഴ്ചയും വരുന്നുണ്ടല്ലോ അവർ. ഇല്ലാത്ത കാശ് കടം മേടിച്ചാൽ ഇവിടെ വരണത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നാട്ടുകാർ മാത്രമല്ല, ഭർത്താവും ചോദിക്കും, നീ കൃപാസനത്തിൽ പോയിട്ട് വല്ലതും കിട്ടിയാ? വെറുതെ കടം മേടിച്ച് പോയി വെറുതെ കുടുംബം പിന്നെയും കടത്തിലാകുകയല്ലേ? അന്ന് അമ്മായിയമ്മയും ചോദിച്ചു, പിന്നെയും കടം മേടിച്ച് പോയി പിന്നെയും കടത്തിലാകുകയല്ലേ? ഭർത്താവും അവസാനം ചോദിച്ച്, ഇപ്പം മാതാവെല്ലാം തന്നാ? വെറുതെ. അപ്പോൾ അയാൾ തന്നെ തന്നെത്താൻ പറയും, വെറുതെ എന്താ തന്നെത്താൻ പറയണപ്പോൾ ഇവർക്ക് ചങ്കലപ്പുണ്ടാവും ശരിക്കും. പക്ഷെ ചങ്കലപ്പുണ്ടെങ്കിലും ഇവൾ പറയണത്, എനിക്ക് എൻ്റെ മനസ്സിൽ അമ്മ പറയുന്നുണ്ട്, അമ്മ എന്തോ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ ചങ്കലപ്പില്ലാതെ. ഇതാണ് അഭിഷേക വിശ്വാസം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി ഭർത്താവും അവളുടെ വിശ്വാസത്തെ കളിയാക്കുന്നു, അമ്മായിയമ്മയും കളിയാക്കുന്നു. നാട്ടുകാരെ പറയും, കടം മേടിക്കാൻ ചെല്ലുമ്പോൾ മാതാവിനോട് ശനിയാഴ്ച പറയും, നാളെ ഞായറാഴ്ചയാണ്, അമ്മ എടുത്ത് പോകണം, എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറയും. ഇങ്ങനെ അമ്മയോട് തന്നെ മാതാവിനോട് തന്നെ നേരിട്ട് പറയും, നാളെ ഞായറാഴ്ചയാണ്, അമ്മ എടുത്ത് വരുന്ന ദിവസമാണ്, എൻ്റെ അടുത്തൊന്നും ഇല്ല. അവർ കടം മേടിച്ചാൽ മാത്രമേ വണ്ടിക്കാശ് കിട്ടത്തുള്ളൂ ഇവിടെ വരാൻ വേണ്ടി. പക്ഷെ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് സംഘടിപ്പിച്ചെടുക്കുക, കിട്ടുകയൊക്കെ ചെയ്തിട്ട് അവൾ വരും. മുടങ്ങിയിട്ടില്ല. മുടങ്ങാത്തതിന് മുമ്പ് ഇവൾ പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര ഹരമാണ്. പിന്നെ വണ്ടി ഓടിക്കാനുള്ള ത്രില്ലല്ലേ. വണ്ടി എടുത്താൽ പിന്നെ ഞാൻ നിർത്തത്തില്ല. എന്താ കാര്യം അറിയാമോ? വണ്ടി ഓടിച്ച അപ്പം തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങും. എന്തുമാത്രം ദൂരത്ത് കൊണ്ട് പത്രം കൊടുക്കാൻ പറ്റും, അപ്പം എനിക്ക് സന്തോഷമാണ്. എന്താ കാര്യം? അത്രയും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാമല്ലോ എന്ന്. ഒരു മനുഷ്യൻ്റെ അനുഭവം കണ്ടില്ലേ? ഇവരൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരാണ്. അതിൻ്റെ കമൻറ്റ് വായിക്കണം താഴേക്കുള്ള.
ഞാനും നടക്കുന്ന ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞു. ഗീതാകുമാരൻ്റെ താഴെയുള്ള കമൻറ്റ് നോക്കണം, എൻ്റെ മകളെ ഞാനും ക്രിസ്ത്യാനിയാണല്ലോ എന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ നാണിപ്പിച്ചുകൊണ്ട് വേറൊരു സമൂഹം ഇവിടെ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ഒരു പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട വിളക്കായി ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ജാതിയരെ വിശ്വാസത്തിന് ദീപസ്തംഭമായി നീ ഉയർത്തുന്നതിനെ നന്ദി പറയുന്നു. ഞാൻ ഈ പല വിഷയങ്ങളിലും ഞാനൊരു ഗുഡ് ബൈ പറഞ്ഞതിൻ്റെ കാരണം ഈ ഫ്രഷ് ഹാൻഡ്സിന് കിട്ടിയിരിക്കുന്ന ദൈവാനുഭവങ്ങളാണ്. ഒരു തിയോളജി ഇല്ല, ഒരു കാറ്റഗിസം ഇല്ല, അവരെ ട്രെയിൻ ചെയ്യാൻ ആളില്ല. പക്ഷേ ക്രിസ്തു ദൈവമാണെന്നുള്ളതിനെക്കുറിച്ച് അവരാരും പഠിപ്പിക്കാതെ തന്നെ ദൈവം നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. കൃപാസനം പണ്ട് കടലിൽ കൺവെൻഷൻ നടത്തുമ്പോഴും നോട്ടീസ് ഞാൻ എഴുതിയിരുന്നതാണ്, ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. മിഷനാണ് സാധനം, മിഷനാണ് സംഭവം. അപ്പോൾ ഈ മിഷനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിനൊരു അനോയിൻറ്റിങ് കിട്ടും. ഇപ്പോൾ ഈ ഗീതയുടെ അനോയിൻറ്റിങ് എന്താ? ഈ പത്രം വണ്ടിയെ കയറിക്കഴിഞ്ഞാൽ ഇവൾ പറയണത് വണ്ടിയെ ഉള്ള കാശ് പെട്രോൾ അടിക്കും, എന്തുമാത്രം ദൂരം പോകാം അത്രയും പോകാൻ വേണ്ടി ഞാൻ ആശിക്കും. എന്താ കാര്യം? അത്രയും ദൂരം വരെ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാം, തിരിച്ച് അത്രയും ദൂരത്ത് പോയി കർത്താവിൻ്റെ വചനം വിളമ്പിക്കൊടുക്കാം എന്ന് പറയുമ്പോൾ ഇത് കുറേ നാളായി കഴിയുമ്പോൾ ഇവൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണ ദൈവസ്നേഹമാണ്. പറഞ്ഞു മനസ്സിലായി? നിങ്ങളതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത് സാങ്കേതികമായ ജ്ഞാനമല്ല, പ്യുവർ ലവ് ഓഫ് ഗോഡാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അവരതിൻ്റെ ഏവിയേഷൻ പോയിട്ടാണ് ഓടിക്കണത് ഈ സംഭവം. പ്യുവർ ലവ് ഓഫ് ഗോഡ് കർത്താവിൻ്റെ പുറത്തുള്ള സ്നേഹത്താലാണ്. അല്ലാതെ ഉടമ്പടി എടുത്തു എനിക്ക് ഇന്ന വിഷയം എന്നിട്ട് ഞാൻ റിസൾട്ട് വരുമ്പോൾ അവരെ വിളിച്ച് ചോദിച്ച് ഇവരെ വിളിച്ച് ചോദിച്ചു, എന്നിട്ട് അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാനും ഉടമ്പടി എടുത്തില്ല, എന്നിട്ട് പിന്നെ എനിക്കെന്താ കിട്ടാഞ്ഞത്, ദൈവം എനിക്കെന്താ തരാഞ്ഞത്, എന്നിട്ട് പിന്നെ മോന്തം കയറ്റി, പിന്നെ നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അളവ് കുറഞ്ഞ്, പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ എരിവ് കുറഞ്ഞ്, അങ്ങനെയൊക്കെ ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അവിടെയൊക്കെയാണ് ഗീതാകുമാരിയെ പോലെയുള്ളവർ നമുക്ക് ഭയങ്കര ഒരു മാതൃകയായിട്ട് വരണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മുമ്പും പിറകും നോക്കാതെ ദൈവത്തിനെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ, ഇപ്പോൾ രാത്രി ഭർത്താവ് എഴുന്നേറ്റ് നടക്കുന്ന ഉറക്കമ്മനിയില്ലേ കൽക്കട്ടയിൽ നാളെ ഇൻ്റർവ്യൂ ആണ്. ഗവൺമെൻറ് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂ വരുവരെ. ഇൻ്റർവ്യൂ ആണ് എല്ലാവരും വിഷമിക്കുക. എൻ്റെ ഇൻ്റർവ്യൂവിന് 10-60 പേരുണ്ടായിട്ട് 4-5 പേർക്കാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. US ഇൻ്റർവ്യൂ ഭയങ്കര പ്രയാസമാണ്. അവർ വല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ദൈവം അവിടെ വന്ന് എന്തെങ്കിലും ഒരു ദൈവത്തിനറിയാമല്ലോ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നറിയാമല്ലോ. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാതിരുന്നുള്ള അമേരിക്കനായിരുന്നു. അപ്പോൾ അമേരിക്കൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നെ സഹായിച്ച് ശരിക്കും പറഞ്ഞാൽ ദൈവം അയാളെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും കുന്താണ്ടൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കിട്ടാമെന്ന് പോയേനാ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 160 ഫോം കാണാതെ പോയി. ഞാൻ ടെൻഷൻ അടിച്ചു. ജപമാല അപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്? അത്രയും എന്നെ മാറ്റി നിർത്തിയില്ലേ അവർ. ആ മാറ്റി നിർത്തിയ സമയം കൊണ്ട് ആ വെള്ളക്കാരൻ്റെ ടേൺ കഴിഞ്ഞു പോയി. ഞാൻ ചെല്ലുമ്പോൾ അയാൾ എഴുന്നേറ്റ് പോയിട്ട് ഒരു നീഗ്രോനെ പിടിച്ചവിടെ ഇരുത്തി, ഒരു ബ്ലാക്കിനെ പിടിച്ചവിടെ ഇരുത്തി. ബ്ലാക്ക് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എന്തുകൊണ്ടാണ് കർത്താവ് മാറ്റി നിർത്തി. 160 ഫോം എടുത്ത് മാറ്റിയിട്ട് എന്നെ മാറ്റി നിർത്തിയത് അയാളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്, ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഇതിൻ്റെ അകത്ത് ഒത്തിരി കളികളുണ്ട് മക്കളെ. ദൈവം നമ്മളിങ്ങനെ എവിടെയോ അനന്തമായ ദീപ്തിപുരത്തെ വാണരുളുന്ന അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്റ്റായിട്ട് ഇരിക്കുകയല്ല. കൃപാസനത്തിൽ വരുന്ന ഉടമ്പടിയുടെ ദൈവം എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് ഏതറ്റം വരെയും പോണ ആളാണ്. I'll come with you wherever you go എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നീ എവിടെ പോയാലും നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ചെയ്താൽ നമ്മുടെ ഈച്ച് ആൻഡ് എവറി തിങ്സിനെ നമ്മുടെ കൂടെ അങ്ങ് വരികയാണ്. എന്ന് ഗീതാകുമാരി പറയും,
ഇവിടെ മനുഷ്യ താനെന്തിന് വിറക്കണേ, ഞാൻ കിടന്ന് ഉറങ്ങണം കണ്ടില്ലേ? അതാ വിഷയം. അയാൾക്ക് നാളെ ഇൻ്റർവ്യൂ ആണ്. ഭർത്താവ് വേർപ്പ് കൊണ്ട് എഴുന്നേറ്റ് എന്ത് ചോദിക്കും, എന്ത് മറുപടി പറയും, എന്ത് ചോദിക്കും, എന്ത് മറുപടി പറയാമെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഉറക്കമില്ല. ഗീത ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇരുട്ടത്ത് അങ്ങോട്ട് ഇങ്ങനെ നടക്കണം കാണാം, കൽക്കട്ടയിൽ ലോഡ്ജിൽ. അപ്പം ഇവിടെ മനുഷ്യൻ താൻ കിടന്ന് ഉറങ്ങ്, ഞാൻ കിടന്ന് ഉറങ്ങണം കണ്ടില്ലേ? ഒന്നും ചോദിക്കില്ല, അമ്മ നമുക്കിത് തരും. ഇതാണ് അഭിഷേക വിശ്വാസം എന്ന് പറയണത്. എന്നുവെച്ചാൽ സ്വന്തം ഭർത്താവ് വേർത്തൊലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറയും, എന്ത് ചോദിക്കും, എങ്ങനെ വരുമെന്ന് അറിയാൻ പല വിഷമിച്ച് കിടക്കുമ്പോൾ ഭാര്യ കിടന്ന് കൂളായിട്ട് കിടന്ന് ഉറങ്ങും. ഇതാണ് അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഒന്നും എന്നിട്ട് അയാൾ പറയും, അമ്മയല്ലേ ചെയ്തിരിക്കണം, നമ്മളല്ലല്ലോ. അമ്മ അവിടെ ഇൻ്റർവ്യൂവിന് ഉണ്ടാകത്തില്ലേ. പിന്നെ എന്താണ്, താനൊരു പണി ചെയ്യും, ഈ കാശൊരു എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. രാവിലെ എഴുന്നേക്കാൻ പറയും, ഈ കാശൊരിക്കട്ടെ, എന്നിട്ട് പോക്കറ്റിൽ താൻ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇപ്പോൾ താൻ കൈയെടുക്കരുതെന്ന് പറയും. താൻ കൈയെടുക്കരുത്, എൻ്റെ കൂടെ വന്നാൽ മതി. ഇൻ്റർവ്യൂവിന് പോവുകയാണ്, എൻ്റെ കൂടെ വന്നാൽ മതി. ഈ വിശ്വാസം കൈമാറണം കണ്ടില്ലേ? ഇയാൾക്കാണെങ്കിൽ വിശ്വാസം ഇല്ല. ഇയാൾ ഇവിടെ വന്നതിൻ്റെ അകത്ത് കയറത്തില്ല. ആൾക്കാർ കൂടണം, പുള്ളിക്ക് അരിച്ചവാണ്. അതുകൊണ്ട് ഒരിക്കലും അച്ഛനെ കാണാൻ പറ്റുകയില്ലെന്ന് എനിക്കറിയാം. കാര്യം അച്ഛൻ്റെ ഇവിടുത്തെ എപ്പോഴും ആൾക്കാരുണ്ടാകത്തില്ല. അപ്പോൾ ഇയാൾ വരത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിട്ട് ഇയാൾ ഇൻ്റർവ്യൂവിന് പോയി ക്യൂ നിൽക്കുമ്പോൾ ഇവൾ കൂളായിട്ട് എന്തും മറുപടി പറയാൻ വേണ്ടി റെഡിയായിട്ട് അവൾക്ക് ആന്തരികമായ ധൈര്യം കിട്ടിയിട്ടുണ്ട്, അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ അവർ പ്രശ്നമില്ല. നോക്കുമ്പോഴുണ്ട് ഭർത്താവിന് നോക്കിയപ്പോൾ ഉണ്ട് ഭർത്താവ് നെഞ്ചത്ത് കൈയും വെച്ചുകൊണ്ട് പുറകെ നിൽക്കുകയാണ് കൂളായിട്ട്. അപ്പോൾ ഉടനെ മാതാവേ ആ പാവത്തിന് നിപ്പ് കണ്ട. വെളുപ്പിനെ ഞാൻ പറഞ്ഞതാണ് നെഞ്ചത്തിന് കൈയെടുക്കരുതെന്ന്. അയാളെ കൈയെടുത്തിട്ടില്ല കേട്ടാ. അയാൾക്കെങ്ങാനും തോറ്റുപോയാ നിനക്കാണെൻ്റെ കുഴപ്പമെന്ന് പറയും. ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. എന്ത് രസമാണ് അത്. അയാളെ ഭർത്താവിനോട് പറഞ്ഞ് നെഞ്ചത്തിന് കാശ് വിട്ടിട്ട് നെഞ്ചത്തിന് കൈയെടുക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ്. അപ്പം അയാളതനുസരിച്ച് അയാളെ ഇൻ്റർവ്യൂവിന് ഈ ക്യൂവിൽ നോക്കുമ്പോഴുണ്ട് ആ പാവപ്പെട്ടവൻ ഇങ്ങനെ നെഞ്ചത്ത് കൈയും വെച്ചുകൊണ്ടിരിക്കുകയാണ്, കാശുരം വെച്ച് അമ്മ പൊത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗീത നോക്കിയപ്പോൾ ഭർത്താവ് നെഞ്ചത്ത് കൈയും വെച്ചുകൊണ്ടിരിക്കണ കാണുന്നു. ഉടനെ മാതാവിനോട് അവൾ പറയുന്നത്, കണ്ട ആ മനുഷ്യൻ മാറി, നിന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നീ എങ്ങാനും അവനെ കൈവിട്ടാൽ പിന്നെ എനിക്ക് നിലനിൽപ്പില്ല വരുമെന്ന് പറഞ്ഞു. അതാണ് പ്രാർത്ഥന, അതാണ് ആത്മബന്ധത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയണത്. ദൈവത്തോട് ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ തോന്നണം. പ്രയർ ലൈഫിൻ്റെ പോക്ക് കണ്ടില്ലേ? ആ മനുഷ്യൻ അതുപോലെ കേട്ട് അയാളോടൊരു ചോദ്യം ചോദിച്ചില്ല. ടേക്ക് വാക്ക് ഓവറായി, ഒരു കുഴപ്പമില്ല, അയാൾ ജയിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ ഇൻ്റർവ്യൂ ചെയ്യിച്ചു. അപ്പം ഞാൻ തന്നെ ഈ സാക്ഷ്യം കേട്ട് വാപിളിച്ചു പോയി. കാര്യത്തിൽ ഞാൻ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒത്തിരി പേര് നിലയും പിടിച്ചുകൊണ്ട് ഫയലും തലയെ വെച്ചുകൊണ്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് എന്താണ് യോഗ്യത? ഇവർ സൗത്ത് കൊറിയയിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ്, ഇംഗ്ലണ്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവർക്ക് എന്താ യോഗ്യത? ഇവരുടെ യോഗ്യത അനോയിൻറ്റഡ് ഫെയ്ത്താണ്, കറുപ്പില്ലാത്ത വിശ്വാസം. ഇവിടുന്ന് എന്താണ് പറഞ്ഞിരിക്കണത് അത് അവരുടെ രീതിയിൽ അങ്ങോട്ട് അതിനേക്കാളും മെച്ചോട്ട് ചെയ്യും. നിങ്ങൾക്ക് ചിലർക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം എന്താ അറിയാമോ? ഇവിടുന്ന് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ രീതി എന്ത് കുറച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കണത്. അതാണ് പ്രശ്നം വരുന്നത്. ഇപ്പം ഞങ്ങൾ പറഞ്ഞ് പത്രം നിങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് പത്രം ആൾക്കാരുടെ കയ്യിലെത്തിക്കണം, വിശ്വാസപ്രമാണം ചെല്ലണമെന്ന് പറയും. അപ്പം ചിലരാണെന്ന് പറഞ്ഞാൽ കയ്യിലെത്തിക്കണം എന്നല്ല അച്ഛൻ പറഞ്ഞുള്ളൂ. പള്ളിയുടെ വാതിക്കെ കൊണ്ട് വെച്ചാലും ആൾക്കാരുടെ കയ്യിലെത്തിക്കൊള്ളുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വെള്ളം ചേർക്കും. നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ തന്നെ ദൈവവും നിങ്ങളുടെ കാര്യത്തിൽ വെള്ളം ചേർക്കും. കാര്യം എന്താ കാര്യം? അത് കർത്താവ് നയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ അളക്കുന്ന കോലുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതാണ് സംഭവം. ഈശോയുടെ ഒരു അത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 6:38 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. എന്ന് പറഞ്ഞ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഇതൊരു അപകടം പിടിച്ച പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന് ഇപ്പം ആത്മവിശ്വാസി വന്നിട്ട് ഇതെങ്ങനെ ദൈവത്തിന് പണി കൊടുക്കാനേ നോക്കത്തുള്ളൂ. കൂട്ടുകാരുമായിട്ട് ഒരു ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് വെച്ചാൽ പറയും,
അപ്പം 4 പേരും കൂടിയാണ് വരുന്നത്. ആലപ്പുഴയും കാണാം, ബീച്ചിലും പോകാം, കാന്മാരിക്കുളത്തും പോകാം, ഹൗസ് ബോട്ടിലും പോകാം. ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ വരുന്നതേ. കൂട്ടുകാരിങ്ങനെ കിളയായിട്ടല്ല വരുന്നത്, ഒരാളിനാണ് ഉടമ്പടി എടുക്കേണ്ടത്. നീ എടുക്ക്, നമുക്ക് ആലപ്പുഴ പോകാമല്ല, അപ്പം ബീച്ചിലും പോകാം, മലയാളി ബീച്ചിലും പോകാം, എല്ലായിടത്തും പോകാം, ഉടമ്പടി എടുക്കുക. അങ്ങനെ ഉഴപ്പാൻ വേണ്ടി ഉടമ്പടിക്ക് കൂടെ വരുന്ന കൂട്ടുകാരുണ്ട്. അവരായിരിക്കും നിങ്ങളുടെ ശവം കുഴിച്ചിടാൻ പോണത്, ഒരു സംശയമില്ല. അവർ ഓരോ സമയത്ത് പറയുമ്പോൾ എന്തൊക്കെ അച്ഛൻ എന്ത് പറഞ്ഞി, അച്ഛൻ പറഞ്ഞു, അച്ഛനൊന്നും പറഞ്ഞില്ല, ഈ പത്രമെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, 4 ഞാൻ കൊടുക്കാം, 4 നീ കൊടുക്ക്, 4 അവൻ കൊടുക്കുമെന്ന് പറയും. കൂട്ടുകാരെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യും. തീർന്നില്ല പരിപാടി. ഇപ്പം 4 പത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്താ ചെയ്തിരിക്കണേ, കുരങ്ങനെ കൊണ്ട് ചൂട് പായസം കോരിക്കണ പോലെ കണ്ടവനെ കൊണ്ട് എംബ്രാൻ്റെ വട്ടത്ത് വാരിയുടെ അത്താഴം. അതാണ് സാധനം. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളിങ്ങനെ ഉടമ്പടി ഡയലൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ടതിന് നിങ്ങൾക്കും അതാണ് സംഭവം. അത് കർത്താവ് നയം നേരത്തെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവത്തിന് പണി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ അഭ്യാസം കാണിക്കരുത്. ഉടമ്പടി ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങൾ 1 പറഞ്ഞാൽ നിങ്ങൾ 2 ചെയ്യണം. പ്രഭാഷകൻ അങ്ങനെ പറയണം. അവൻ 1 പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം കേട്ടെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 62-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തനം 62:11. ദൈവം 1 പ്രാവശ്യം അരുൾ ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. മനസ്സിലായില്ലേ? ഇത് നിസ്സാര വചനമല്ലേ ഇത്? എന്താണ് പറഞ്ഞത്? ഒന്ന് വായിച്ചേ. ദൈവം 1 പ്രാവശ്യം അരുൾ ചെയ്തു. ദൈവം 1 പ്രാവശ്യം അരുളി ചെയ്തു. ദൈവം 1 പ്രാവശ്യം അരുൾ ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. ശക്തി ദൈവത്തിൻ്റെതാണ്. അപ്പൊ ബലം, ശക്തി നമുക്ക് തരണത്, നമുക്ക് ദൈവം ശക്തി തരുമ്പോൾ നമ്മളെന്താ, നമ്മൾ ബലം പ്രാപിക്കും. അപ്പം ദൈവത്തിൻ്റെതാണ് ശക്തി. ദൈവമാണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. നമ്മൾ എംപവർ ചെയ്യണോ വേണ്ടയോ, എത്രത്തോളം എംപവർ ചെയ്യണം എന്നുള്ള ആരാ തീരുമാനിക്കണത്? ദൈവമാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ മെക്കാനിസം എന്താണ്? അവൻ 1 പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ കേട്ടില്ലല്ലോ എന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഞാൻ കേട്ടില്ലല്ലോ, ഒന്നുകൂടി പറയാമെന്നല്ല ചോദിച്ചത്. അവൻ 1 പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതുപോലെയാണ് എടുത്തതെന്ന്. മനസ്സിലായില്ലേ? എൻ്റെ അർത്ഥം എന്താണ്? അവൻ 1 പ്രാവശ്യം എന്നോട് പറഞ്ഞു, 2 പ്രാവശ്യം ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ അവൻ എന്നോട് 2 പ്രാവശ്യം പറഞ്ഞതുപോലെയാണ്. 1 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ എടുത്തത് അവൻ 2 പ്രാവശ്യം എന്നോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവരയിട്ട് പറഞ്ഞെന്നാ പ്രശ്നം. അടിവരയിട്ട് പറഞ്ഞതുപോലെ ഞാൻ കേട്ടു. അപ്പം ദൈവവചനം ഇപ്പം നോക്കുക, ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ് ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്, ചെയ്തോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അവൻ പറഞ്ഞ പോലെ ചെയ്തോളാവുന്ന പറഞ്ഞത്. പക്ഷെ അവൻ അവൻ പറയണത് എന്താണ്? അവൻ 1 പ്രാവശ്യം പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇത് ബൈബിളിൻ്റെ ഒരു രീതിയാണ്. എന്നുവെച്ചാൽ ഇതിനോട് ഉപലമായിട്ടൊരു വചനം പറയാനെന്തറിയാവോ? നിങ്ങളോട് 1 മുഴം 1 മൈൽ പോകാൻ പറഞ്ഞവൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണം. മത്തായി 5:41. 1 മൈൽ ദൂരം പോകാൻ, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. 2 മൈൽ ദൂരം പോകുക. ഇത് ഓൺലൈൻ വ്യാഖ്യാനാണ്, കണ്ടില്ലേ? വചനം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്, ഇപ്പം 1 മൈൽ ദൂരം പോകാൻ, ഇപ്പം നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങളെ രോഗികൾക്ക് ആശുപത്രിയിൽ നിങ്ങൾക്ക് ഈ പത്രപ്രേക്ഷിത്വം തുടങ്ങി എങ്ങനെയാണെന്ന് അറിയാവോ? ഞാനും വിജയകുമാരും കൂടി 2013 ഇതുപോലെ 90 കൊന്തയും ചൊല്ലി മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, വെള്ളംകണ്ണി. അപ്പോൾ ഇതുപോലെ പോരാൻ നേരത്താണ് അമ്മ സബ്മിറ്റ് പറയണത്. അപ്പം അമ്മ പറഞ്ഞ് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞ്, ഹോസ്പിറ്റൽ മിഷൻ. ഉടനെ ഞാൻ വിജയകുമാറിനോട് വണ്ടി കയറി, ഞങ്ങൾക്ക് അവിടെ വെള്ളംകണ്ണിയിൽ ട്രെയിൻ അവിടം വരെ ആ പള്ളിയുടെ അടുത്ത് വരെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ഓട്ടോറിക്ഷക്കാണ് പോകണത് അങ്ങോട്ട്. ഓട്ടോറിക്ഷ കയറാൻ നേരത്ത്
ഞാൻ പറഞ്ഞ് അവസാനം അമ്മ പറഞ്ഞ മനസ്സിലായാ കേട്ടാ എന്താ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ്. അമ്മ പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങാൻ പറഞ്ഞെന്ന് പറഞ്ഞ്. അപ്പോഴ് വിജയകുമാർ എന്നോട് ഓട്ടോറിക്ഷയായിരുന്നെന്ന് ചോദിച്ച് നമ്മൾ മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങും അല്ലേ? ഞാൻ പറഞ്ഞു ഏയ് നമുക്ക് ആ പണിയില്ലല്ലോ. അത് ഈ ഹോസ്പിറ്റലൊക്കെ ഓരോ ആശുപത്രി ഇല്ലേ, ലോകത്ത് പ്രൈവറ്റ് ആശുപത്രി ഉണ്ടല്ലോ, അതുപോലെ എന്തോ തുടങ്ങാൻ പോകണമെന്നാണ് വിജയകുമാറിന് തോന്നിയത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഹോസ്പിറ്റൽ മിഷൻ, ഹോസ്പിറ്റലിൽ പോയിട്ട് കിടപ്പ് രോഗികളുടെ കൂടെ ഇരുന്നിട്ട് ദൈവത്തിൻ്റെ അവരോട് സുവിശേഷം പ്രസംഗിക്കാം. ദൈവം നൽകുന്ന സൗഖ്യത്തെക്കുറിച്ച് നമ്മുടെ പത്രം വായിച്ചവരെ കേൾപ്പിക്കും. അപ്പോൾ ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാവരും ഉണ്ട്, ഇപ്പോൾ ജോമോള എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ വിളിച്ചത് പറഞ്ഞത് നമ്മൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങാൻ പോകുന്നു. അമ്മ ഈ പ്രാവശ്യം പറഞ്ഞത് അതാണ്, നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഇഷ്ടമുള്ളവർ വരാൻ പറഞ്ഞു. അപ്പോൾ 140 പേര് വന്ന് 140 പേര് 2013 40 പേര് വന്നിട്ടും പറഞ്ഞ് എങ്ങനെ ചെയ്യണോ വെച്ചാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്കിത് അങ്ങോട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് പാവപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വണ്ടിക്കാശ് തരും, തിരിച്ചു വരാനുള്ള വണ്ടിക്കാശ് തരും, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകത്തില്ല, കൃപാശ്രയം തരും കാശ്, പിന്നെ പത്രം ഫ്രീ ആയിട്ട് തരും. എന്നിട്ട് നിങ്ങൾക്ക് ഈ പത്രം കൊണ്ടുപോയിട്ട് ആശുപത്രി കിടപ്പ് രോഗികൾക്ക് കൊടുക്കണം, അവർക്ക് സമയമുണ്ട് ഒത്തിരി. ഒന്നിനും സമയമില്ലാഞ്ഞ ആൾക്കാരല്ല, പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാഞ്ഞ ആൾക്കാരാണ് അവരൊക്കെ. ഇപ്പം ആവശ്യത്തിന് സമയമുണ്ട്. ആത്മാക്കൾ വേട്ടയാടി പിടിക്കുക എന്ന് പറയാം അതിന്. എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒന്ന് പള്ളിയിൽ പോകണമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം, മനസ്സമ്മതമുണ്ട്, അളിയൻ്റെ മനസ്സമ്മതമുണ്ട്, എന്തിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന് കൊടുക്കേണ്ട സമയം ലോകത്തിന് കൊടുത്ത് ജീവിച്ചിട്ട് ഇപ്പം ആവശ്യത്തിന് സമയമുണ്ട്. ഓപ്പറേഷനൊക്കെ നടത്തി അവിടെ ലാവിഷായിട്ട് മരുന്നും കഴിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുകയാണ്. അപ്പോൾ മര്യാദക്കൊണ്ട് ഇവരുടെ കാര്യം പറയണമെന്ന് പറയും. എനിക്കത്ര സഹതാപമുള്ള ആളല്ലേ കാര്യം നിങ്ങൾക്കറിയാവില്ല. ഇവിടെ ഒരു മിനിറ്റ് കുർബാനക്ക് അച്ഛൻ ഏവങ്കേലിയോൻ എടുത്തതിന് ശേഷമേ ചില ആൾക്കാർ പള്ളി വരത്തുള്ളൂ. ഒരു സമയമില്ല. അത് അച്ഛൻ്റെ പ്രസംഗം തീർന്നു കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാം, പള്ളി എത്തിയാൽ മതിയല്ല, പിന്നെ ഒരു 10-20 മിനിറ്റ് അവിടെ ഇരുന്നാൽ മതിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നിനും സമയമില്ലാത്ത ആൾക്കാർക്കൊക്കെ ദൈവം 5-6 മാസമൊക്കെ ആശുപത്രി കിടക്കാൻ വേണ്ടി സമയം കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അവിടെ വെറുതെ കിടന്നിട്ട് കാര്യമില്ല, മര്യാദക്ക് ദൈവത്തെ ഇനി തിരിച്ചു വരുമ്പോൾ ആ പഴയ സാധനമായിട്ട് വന്നാൽ ഇനിയും ആശുപത്രി തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് ഇതുകൊണ്ട് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. വായിക്കാൻ അത് കൊടുക്കാനേ ഉള്ളൂ, അവർക്ക് ആവശ്യ സമയമുണ്ടല്ലോ. അവർ മനോരാജ്യവും പല രാജ്യങ്ങളൊക്കെ പിന്നെയും വായിച്ച് അവർ പ്രണയം, ഈ വയസ്സന്മാർക്ക് പോലും പ്രണയം തലയടിച്ചിരിക്കുകയാണ് മാമ്പഴമൊക്കെ വായിച്ച്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ചികിത്സയാണ്, ആധ്യാത്മിക ചികിത്സ. അമ്മ പറഞ്ഞതാണ് വേളാങ്കണ്ണി വെച്ച്. ഞങ്ങൾ ആ ചികിത്സ കൃത്യമായിട്ട് ചെയ്ത് 3 കൊല്ലം ചെയ്ത്. ഹോസ്പിറ്റൽ ഇപ്പം കൂടുന്നുണ്ട്. ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തുണികളെല്ലാം അവർക്ക് കൊടുക്കുന്നു. ആ തുണികൾ അവർ കൊണ്ടുപോയി സ്ഥലത്ത് കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കുന്നതാണ് ഇപ്പം ചെയ്യണത്. കാര്യം ഹോസ്പിറ്റൽ മിഷൻ ഇപ്പം നിങ്ങളാണല്ലോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ആ മിഷൻ മാറ്റി, ആ മിഷൻ ഇപ്പം നിലനിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്നെ ഞെട്ടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിപ്പാട് ആശുപത്രിയിൽ പോയ പാർട്ടി പത്രം കൊടുക്കുമ്പോൾ ഒരു വല്യപ്പൻ പറഞ്ഞ് എൻ്റെ എൻ്റെ കണ്ണട പോയിരിക്കുകയാണ്, ഇത് കണ്ണ് കാണാൻ പാടില്ല, വായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. ഉടനെ ഈ കൊണ്ടുപോയ ആൾ അവിടെ ഇരുന്ന് ആ കട്ടിലേ ഇരുന്ന് കൊണ്ട് ആ പത്രത്തിൻ്റെ 8 പേജും ഈ വല്യപ്പനെ വായിച്ച് കേൾപ്പിച്ച് 2.5 മണിക്കൂർ. നോക്കിയേ, ഉടമ്പടിക്ക് മുമ്പുണ്ടായിരുന്നൊരു കൃപാസനത്തിൻ്റെ ഒരു പരിച്ഛേദമാണേ 2.5 മണിക്കൂർ. ഇതാരാണെന്നറിയാവോ? ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറാണ്, നോൺ ക്രിസ്ത്യനാണ്. ഇവർ ചെയ്തിരിക്കുന്ന പരിപാടിയാണിത്. അവരിപ്പോഴും ഉണ്ട് കൃപാസനത്തിൽ പരിശുദ്ധയായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അവരോട് ഞാൻ 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം ഞാൻ കേട്ടു. അതാണ് സാധനം. നമ്മൾ പത്രം കൊടുക്കാനേ പറഞ്ഞുള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് 2.5 മണിക്കൂർ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് വിഷയം. നിങ്ങൾ പലരും ചെയ്യണത് ഈ പറഞ്ഞതിൻ്റെ അകത്ത് നിന്ന് എന്ത് കുറക്കാൻ പറ്റുമെന്നതൊക്കെയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആട് കച്ചവടം, ആന കച്ചവടമൊക്കെ പറയുമ്പോൾ ഒരു എമൗണ്ട് പറയത്തില്ലേ,
അപ്പോൾ ഉടനെ നമ്മൾ ചോദിക്കും വല്ലതും കുറക്കാൻ പറ്റുമെന്ന് ചോദിക്കത്തില്ലേ? അതൊരു കച്ചവടം പോലെയാണ് സംഭവം. ആനക്ക് 1,00,000 രൂപ. അപ്പോൾ ചോദിക്കും വല്ലതും കുറക്കാൻ പറ്റുമോ? ഇപ്പോൾ ഉത്സവത്തിനൊന്നും ആനയെ എഴുന്നള്ളിപ്പിക്കണില്ലല്ലോ, അപ്പോൾ വല്ല തടി വലിക്കാനും അത് കേടാണ്, അതിന് JCB ഉണ്ട്, വല്ലതും കുറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ നിങ്ങളും ദൈവത്തോട് ഒരു പ്രേക്ഷിത പ്രവർത്തനം തരുമ്പോൾ വല്ലതും കുറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കത്തില്ലേ? ദൈവം ആത്മാർത്ഥമായിട്ട് കുറക്കും. എന്താ അറിയാം? നിങ്ങൾക്ക് തരാനുള്ള അനുഗ്രഹം കുറക്കും. അതാണ് പ്രശ്നം. നിങ്ങൾ വെറുതെ വന്ന് പണിമേടിക്കണേ. അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് സത്യസന്ധമായിരിക്കണം. അതായത് നിന്നോട് ശണ്ട കൂടിയെന്ന് വിചാരിച്ചോ, നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ പോകാൻ പറഞ്ഞത് സ്നേഹത്തിൽ പോകാൻ പറഞ്ഞാണ്. ഇനി വേറെ ശണ്ടപ്പാർട്ടിയുണ്ട്. ശണ്ടപ്പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് നിൻ്റെ അടുക്ക് കത്തി കാണിച്ച് ചെയ്യണമെന്ന് പറയും. അവനെയും ഇന്നത്തെ കർത്താവ് പറയുക, അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടാവും. ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് നിന്നോട് ചെയ്യാൻ പറയുന്നവരുണ്ടാവും. അപ്പോൾ അവനോടും പറയണം, ശണ്ട കൂടി നിന്നോട് ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവനെ മേലങ്കി കൂടി കൊടുക്കണം പറയും. നിന്നോട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ പറയും. ഈ കൊടുക്കുക എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു കൃപ ആർജനത്തിൻ്റെ ഒരു സംഭവമാണ്. വാങ്ങിക്കാനുള്ള സന്തോഷത്തെക്കാളുപരി കൊടുക്കാനുള്ള സന്തോഷം ഉണ്ടാകണം. അതിനൊരു അനോയിൻറ്റിങ് ഉണ്ട്, പ്രത്യേകിച്ച് അനോയിൻറ്റിങ് ഉണ്ട്. ഉടമ്പടി നിങ്ങളെ ഒരു ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനോയിൻറ്റിങ് ആയില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ അർഹരല്ലെന്ന് എൻ്റെ അർത്ഥം. നമുക്ക് വാങ്ങിക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. ഒരു സാരി നല്ല ആൾ തന്ന് നമുക്ക് സന്തോഷമല്ലേ? അപ്പോൾ നമുക്കൊരു സാരി കൊടുക്കാനാണെങ്കിൽ പെട്ടി സ്ഥലവിലേക്ക് കൊടുക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. പെട്ടി സ്ഥലം ഉണ്ട്, നിങ്ങൾ കൊടുക്കാൻ 2 ഉള്ളെങ്കിൽ അയ്യോ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയിരിക്കും, മഴക്കാലത്തൊക്കെ ഉടുക്കാൻ സാധനം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത സാരി പിന്നെ എടുത്ത് അകത്ത് വെക്കും. അപ്പം നിങ്ങൾ ഉടമ്പടിയിലല്ല ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിന് അറിയാമല്ലോ ഇത്. കൈ ചുരുങ്ങിയ കൈ സൂക്ഷിച്ചു പോയ ആളാണ് കർത്താവ്. എപ്പോഴും കൈ സൂക്ഷിച്ചു പോയ ഒരാളെ കാണുന്നത്. മർക്കോസ് 3:3 കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, കൈ സൂക്ഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഉടമ്പടി ഇത്രയും നിങ്ങളോട് പറയുന്നുള്ളൂ. എന്താ പ്രശ്നം? യേശു എന്താ പറയണത്? നിങ്ങൾ കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. അർത്ഥ കൈ കുപ്പിലേക്കാത്ത പാർട്ടിയാണ്. കൈയൊക്കെ നേരെ ഉണ്ടാകുവേ, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിലാണ് നീണ്ടിരിക്കണ കൈ. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ കൈയെല്ലാം സൂക്ഷിച്ചിരിക്കുകയാണ്. നീളത്തല്ല, ആരെ കണ്ടാൽ നീളത്തില്ല. ഒരു രോഗിനെ കണ്ടാൽ നീളത്തില്ല, ഇല്ലായ്മക്കാരനെ കണ്ടാൽ നീളത്തില്ല. കൈ ഇങ്ങനെ സൂക്ഷിച്ചതിനെ ഇരിക്കും. ഇങ്ങനെ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. അർത്ഥയ്ക്ക് ഉപ്പ് ചേർക്കാത്ത ആൾക്കാരോട് ദൈവം പറയും, കൈ നീട്ടുക. എന്താണ്? കൈ നീട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഉടമ്പടി കൊടുത്തുകൊണ്ട് നിൻ്റെ കൃപയുടെ നിലവാരം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി പ്രയോഗമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മനുഷ്യന്മാർക്ക് ഒന്നും കൊടുക്കാതെ, ആവശ്യപ്പെട്ടവൻ ചോദിച്ചാലും കൊടുക്കാതെ എന്റെ കൈ സൂക്ഷിച്ചു പോയതായി നീ കണ്ടെത്തിയെങ്കില് ഉടമ്പടിയിലൂടെ എന്റെ സൂക്ഷിച്ച കൈയെ, കൊടുക്കാത്ത കയ്യെ നീ സുഖപ്പെടുത്തിക്കൊണ്ട് നിന്റെ ദാനത്തിന്റെ നിന്റെ ഔദാര്യത്തിന്റെ ആളായ്മയായി എന്നെ ഉയർത്തണമേ, എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.